ഈ കഴിഞ്ഞ മാസം 2026 ഫെബ്രുവരി 26 നമ്മളെല്ലാം കണ്ട വലിയ ദുരന്തത്തിന്റെ ബാക്കിപത്രമായ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് വേണ്ടി കോൺഗ്രസ് നിർമ്മിച്ചു കൊടുക്കുന്ന വീടിന്റെ ശിലാസ്ഥാപന ചടങ്ങായിരുന്നു ആ ദിവസം നടന്നത്. ആ ശിലാസ്ഥാപന ചടങ്ങിൽ പങ്കെടുത്തത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വയനാടിന്റെ MP പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള ആളുകളാണ് അതിൽ പങ്കെടുത്തത്. ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരും അതിൽ പങ്കെടുത്തിരുന്നു. അവിടെ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ കൂട്ടിയിട്ടിരിക്കുന്ന വേസ്റ്റ് കുപ്പികൾ, വെള്ളം കുടിച്ചതിന് ശേഷം ഉപേക്ഷിച്ചു പോയ കുപ്പികൾ അടക്കം ശരിക്കും ഒരു ദുരന്തമുഖത്ത് എത്തിപ്പെട്ടതിന്റെ എല്ലാ ചിത്രീകരണങ്ങളും ഈ ചിത്രങ്ങളിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുന്നതിനും ഈ നാട്ടിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിനും വേണ്ടിയാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇങ്ങനൊരു ചടങ്ങ് സംഘടിപ്പിച്ചത്. ഇന്നേക്ക് 10 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ആ 10 ദിവസം പിന്നിട്ടിരിക്കുന്ന സമയത്ത് പോലും ഈ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ആ ദുരന്ത ബാധിതർക്ക് വേണ്ടി ഒരു കല്ലിന്റെ മുകളിൽ ഒരു കല്ല് പോലും കയറ്റിവെക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഈ നാട് തിരിച്ചറിയണം. ആ കോൺഗ്രസിന്റെ ദയനീയാവസ്ഥ നമ്മൾ തിരിച്ചറിയണം. ഇങ്ങനെയുള്ള കോൺഗ്രസിന് വേണോ നമുക്കിനി 5 വർഷം വേണ്ടതെന്ന് എല്ലാ ജനങ്ങളും ചിന്തിക്കേണ്ട സമയമാണ് ഈ ചിത്രത്തിലൂടെ നമ്മളെ കാണിച്ചിരുന്നത്. ഈ കാണുന്ന പ്ലാസ്റ്റിക് കുപ്പികളും മാലിന്യങ്ങളും ഒരു വാഗ്ദാനത്തിന്റെ ബാക്കി പത്രമാണ്. കഴിഞ്ഞ മാസം മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരുടെ ടൗൺഷിപ്പിനായി ഇന്ത്യയിലെ 2 പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാർ കല്ലിട്ട് പോയ സ്ഥലമാണിത്. ഒരു പണിയും ഇവിടെ തുടങ്ങിയിട്ടില്ല. ഉദ്ഘാടനത്തിനായി സ്ഥാപിച്ച ശിലാഫലകം തൊട്ടടുത്ത കെട്ടിടത്തിൽ ചാരി വച്ചിരിക്കുന്നു. അതുമാത്രമാണ് പദ്ധതിയുടെ സാക്ഷിയായി ബാക്കിയുള്ളത്. കഴിഞ്ഞ ഫെബ്രുവരി 26 ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വയനാട് MP പ്രിയങ്ക ഗാന്ധിയും ചേർന്ന് ടൗൺഷിപ്പിന് തറക്കല്ലിട്ടത്. ചടങ്ങിൽ പങ്കെടുത്തവർ വെള്ളം കുടിച്ച പ്ലാസ്റ്റിക് കുപ്പികൾ പോലും അവിടെ നിന്ന് മാറ്റിയിട്ടില്ല. അന്നിട്ടിരുന്ന പന്തലഴിച്ചു മാറ്റി. ശിലാഫലകം സുരക്ഷിതമായി ചാരി വെച്ചു. പണികൾ എന്നാരംഭിക്കുമെന്ന് ആർക്കും ഒരു ഉറപ്പുമില്ല. ടൗൺഷിപ്പിന്റെ ലേഔട്ട് ആയിട്ടില്ലെന്നും തുടർ നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നുമാണ് DCC പ്രസിഡന്റ് TJ ഐസക് പറയുന്നത്. ഇങ്ങനെയല്ല ദുരന്തം നേരിട്ട ഒരു ജനതയോട് ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രസ്ഥാനം കാണിക്കേണ്ടത്. സാൻജോ ബേബി, മനോരമ ന്യൂസ്, വയനാട്. നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ മലയാള മനോരമയുടെ ന്യൂസ് ചാനലിലൂടെ പുറത്തു വന്നിരിക്കുന്ന ചിത്രങ്ങളാണ്.